ഭാഗ്യം വർദ്ധിക്കാൻ വൈശാഖമാസത്തിൽ ഇവ അനുഷ്ഠിക്കൂ. വൈശാഖമാസം വിഷ്ണു ആരാധനയ്ക്ക് ഏറെ പ്രധാനമാണ്. മാധവന് പ്രധാനമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു. ഈ കാലയളവിൽ വൈഷ്ണവാരാധന നടത്തിയാൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ജപത്തിനും പൂജയ്ക്കും ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും ദാനധർമ്മങ്ങൾക്കുമെല്ലാം 10 മടങ്ങ് ഫലമുണ്ടെന്നാണ് വിശ്വാസം. ഭാഗ്യാനുഭവസിദ്ധിക്കും ദേവപ്രീതിക്കും വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ് ഭാഗ്യസൂക്തം. ജാതകത്തിൽ 9ാം ഭാവമാണ് ഭാഗ്യാധിപനെ സൂചിപ്പിക്കുന്നത്. ഭാഗ്യാധിപന് മൗഢ്യമുള്ളവരും പാപയോഗമുള്ളവരും ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ ജപം ഉത്തമമത്രേ. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഓരോ മന്ത്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വേണം ജപിക്കാൻ. സൂക്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാഗ്യസൂക്തം. ഇഷ്ടദേവതയെ ധ്യാനിച്ച് ഭാഗ്യസൂക്തം ജപിക്കാവുന്നതാണ്. ഈ ജപത്തിലൂടെ ഐശ്വര്യം, ഉത്തമ സന്താനങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തിക ഭദ്രത എന്നിവ ലഭിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും സാധ്യമാകുന്നു. വേദങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഋഗ്വേദത്തിലെ 7 മന്ത്രങ്ങൾ അഥവാ ദൃക്കുകളാണ് ഭാഗ്യസൂക്തം. ഭാഗ്യസൂക്തത്തിലെ ആദ്യ മന്ത്രത്തിൽ അഗ്നിയെയും ദേവാദിരാജാവായ ഇന്ദ്രനെയും രാപ്പകലുകളുടെ അധിപനായ മിത്രവർണ്ണന്മാരെയും ദേവവൈദ്യന്മാരായ അശ്വിനി ദേവതകളെയും പുഷാവിനെയും ബ്രാഹ്മണസ്പതിയെയും വന്ദിക്കുന്നു. ശേഷമുള്ള 6 മന്ത്രങ്ങളിൽ കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനും സൽഗുണങ്ങളുടെ ദേവനുമായ ഭഗനെ പ്രകീർത്തിക്കുന്നു. ഭാഗ്യസൂക്തം. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹി പ്രാതർമിത്ര വരുണ പ്രാതരശ്വിന പ്രാതർഭഗം പുഷണം ബ്രഹ്മണസ്പതി പ്രാതസോമ മുദ രുദ്രം ഹുയമ. പ്രഭാതത്തിൽ അഗ്നി, ഇന്ദ്രൻ, മിത്രവർണ്ണന്മാർ, അശ്വിനി ദേവന്മാർ, പുഷ്യൻ, ബ്രഹ്മണസ്പതി, സോമൻ, രുദ്രൻ എന്നീ ദേവന്മാരെ സ്തുതിക്കുന്നു. പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രം ഇതേതുര്യ വിദാധ അദ്രസ്ഥിത്യം മന്യമാനസ്തുരസിദ്രാജ ചിദ്യം ഭഗ ഭക്ഷിത്യഹ. പണക്കാരനും പാവപ്പെട്ടവനും രാജാവ് പോലും പ്രാർത്ഥിക്കുന്ന അതിഥിയുടെ പുത്രനായ ഭഗനെ നമിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകിയാലും. ഭഗ പ്രാണേതർ ഭഗ സത്യാരാധോ ഭഗി മാന്ദ്യ മുദവ ദദന്നാം ഭഗ പ്രാണോ ജനയ ഗോപീരൈശ്വർ ഭഗ പ്രനൃവം തസ്യാമ. എല്ലാ ഐശ്വര്യങ്ങളുടെയും മൂർത്തിയായ ദേവ, ഞങ്ങൾക്ക് സത്യധർമ്മത്തിലൂടെ മാത്രം ജീവിക്കാൻ തെളിഞ്ഞ ബുദ്ധി നൽകി അനുഗ്രഹിക്കൂ. അങ്ങയുടെ അനുഗ്രഹത്താൽ ഉത്തമ മനുഷ്യനായി തീരണമേ. ഉദേദാനി ഭഗവന്ത്യ സാമതോ പ്രാപിത ഉദമദ്യാഹ്ന ഉദോദിത മഘവൻ സൂര്യസ്യ വയം ദേവനാം സുമതോസ്യാമ. ഈശ്വരാനുഗ്രഹത്താൽ സകല ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകണമേ. ദിനം മുഴുവൻ ഉത്തമ പ്രവൃത്തിയിൽ ഏർപ്പെടാനും നല്ലവരുമായി ഇടപഴകാനും കഴിയണമേ. ഭഗയേവ ഭഗവാഹമസ്തു ദേവ സ്തേന വയം ഭഗവന്തസ്യാമദന്ത്വ ഭഗ സർവ യുജോഹവിമൈ സ്നോ ഭഗപുര ഏതാ ഭവൈഹാം. ഭഗവാനെ, കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തണമേ. എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. സമധുര യോഷ സോനമന്ദദതി വേവ സുജയ പദായ അർവാചീനം വസ്വിതം ഭഗന്നു രഥമിവാവശ വാജീന ആവഹന്തു. പവിത്രമായ ദധിക്രാവനത്തിൽ കുതിരകൾ എത്ര ശക്തിയോടെയാണോ രഥം വലിക്കുന്നത്, അതേ ശക്തിയോടെ അങ്ങയെ നമിക്കുന്നു. അശ്വദീർഘോമദീർണ ഉഷാസോ വീരവതീസ മുച്ഛന്തു ഭദ്ര ഹൃദന്തുഹാന വിശുദ്ധ പ്രാപീന യൂയം പാദ സ്വസ്തിഭി സദാന. എന്നും പ്രഭാതത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ജീവിത വിജയവും ലഭിക്കാൻ അനുഗ്രഹിച്ചാലും. യേ മാഗ്നിഭാഗീനം സന്തമദാഭാഗം ചികിർഷതി അഭാഗമഗ്നീതം ഗുരു മാമഗ്നി ഭാഗീനം ഗുരു. ഓം ശാന്തി ശാന്തി ശാന്തി.